ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, മഹാനായ ശംസുൽ ഉലമ എത്ര വൈകിട്ടാണ് കിടന്നാലും ഉണരുന്നത് എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെയാണ്. ഇത് പതിവാണ്. കൾ പറഞ്ഞിരുന്നു, ധാരാളം ദിക്ർ. ശംസുൽ ഉലമന്റെ കയ്യിലുള്ള തസ്ബീഹ് മാല 1000ന്റെ മുത്തുമണിയാണ്, 1000ന്റെ 100 ആ മഹാനായ ശംസുൽ ഉലമ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധാരാളം ദിക്ർ പറഞ്ഞിരുന്നു. ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണം വളരെ ലളിതായിരുന്നു. പകലൊന്ന് നന്നായിട്ട് ഭക്ഷണം കഴിക്കും, ഉച്ചക്കും രാത്രിയിലും വളരെ ലളിതമായ ഭക്ഷണമായിരുന്നു ശംസുൽ ഉലമ കഴിച്ചിരുന്നത്. തലമുടി മുറിക്കുന്നത് പോലും സ്വയം ചെയ്യുന്നതിലായിരുന്നു സംതൃപ്തി. മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ പൊതുകാര്യങ്ങളിൽ ഇടപെടാറില്ല. മഗ്രിബിന്റെ ഇശാഇന്റെ കാര്യങ്ങളിൽ പൊതുകാര്യങ്ങൾ ഇടപെടാറില്ല. ഒട്ടേറെ തരീഖത്തുകളുടെ പിന്തുടർച്ച കാരണം പറഞ്ഞാൽ തീരാത്ത ഔറാദുകൾ ലോകത്ത് 1000 മണികളുള്ള തസ്ബീഹ് മാല മഹാനായ സയ്യിദ് ഉലമയുടെ കയ്യിലുണ്ടായിരുന്നു. നല്ല ബുദ്ധിവൈഭവമായിരുന്നു. ഇനി ശ്രദ്ധിച്ചോ നിങ്ങൾ, ഒരു മാസക്കാലം കൊണ്ട് ഖുർആൻ മുഴുവനും മനപ്പാഠമാക്കിയിരുന്നു. ബുദ്ധിവൈഭവമായിരുന്നു ശൈഖുനാ ശംസുൽ ഉലമക്ക് ഉണ്ടായത്. ഒരു മാസക്കാലം കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ മനപ്പാഠമാക്കിയിരുന്നു. ഒരു മാസം കൊണ്ട് വിശുദ്ധമായ ഖുർആൻ മനപ്പാഠമാക്കിയ മഹാനായ ശംസുൽ ഉലമ 25 വർഷമായി ശൈഖുനാ സുബ്ഹിക്ക് മുമ്പായി സൂറത്തുൽ അൻആമും സൂറത്തുൽ അഅറാഫും ഓതുന്നത് പതിവായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ടെങ്കിൽ, അങ്ങനെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയവും ആദർശവും സംവിധാനങ്ങളും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയവും ആദർശവും നെഞ്ചിലേറ്റി പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സുന്ദരമായ പാതയിലൂടെ മുന്നോട്ട് ഗമിച്ച് പതറാത്ത പാദത്തോടെ ചിതറാത്ത ചിത്തത്തോടെ ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ഏറ്റവും നല്ലൊരു സൂഫിയായി ഔലിയാക്കളിൽ പ്രധാനിയായി ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ റബീഉൽ ആഖിർ മാസം പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസം പരിശുദ്ധമായ സുബ്ഹ് ബാങ്കിന്റെ ഓരോ വാചകങ്ങളും ആകാശത്തിന്റെ അന്തരീക്ഷത്തിലൂടെ മുഖരിതമാകുമ്പോ ഒരു വിറയമില്ലാതെ, ഒരു തളരലുമില്ലാതെ, ഒരു പകർച്ചയുമില്ലാതെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സുബ്ഹ് നിസ്കരിക്കാനുള്ള എന്റെ പ്രിയപ്പെട്ടവരെ വുളൂഉൻ ചെയ്ത് ഖിബിലാന്റെ ഭാഗത്ത് കിടന്നുകൊണ്ട് പച്ചയായി പരിശുദ്ധമായി ഒരു മഖ്റജ് പോലും തെറ്റാതെ ലാ ഇലാഹ